ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ നമ്മുടെ ഗെയിമിൽ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. സോ വെർഷൻ 5.4.0. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മളുടെ ഈ ഫുട്ബോൾ കണക്റ്റ് വഴി അവർ യൂട്യൂബ് വഴി പ്രീമിയർ ആയിട്ട് വിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ടോ. ഇപ്പോൾ കഴിഞ്ഞുള്ളൂ സംഭവം. അപ്പോൾ അതിൽ നമ്മളെല്ലാം ഒറ്റയടിക്കൊന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നാളെ ലൈവിലിരുന്ന് വിവരിക്കേണ്ടതായിരിക്കും സംഭവവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അവർ ഇന്നെന്തൊക്കെയാണ് പറഞ്ഞേക്കണേ, ഏതൊക്കെ പാക്കുകൾ കൊണ്ടുവരും, ഫ്രീ ട്രൈസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മാസ്റ്റർ ലീഗിലെ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു കൊളാബറേഷൻ വന്നിട്ട് ഒരു ടീമായിട്ട്, പിന്നെ പുതിയ ലീഗിൻ്റെ കാര്യമൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഗെയിം പ്ലേസിൽ അവർ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ഒറ്റയടിക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് തന്നെ പറയാനുള്ളത്, നമുക്ക് 1 ബില്യൺ ക്യാമ്പയിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ നാളെ അതിൻ്റെ ഫ്രീ പാക്ക് വരികയാണ്. അപ്പോൾ അതൊരു കിടില സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. വേറെ ഒന്നുമല്ല, അതിനൊക്കെ അവൈലബിൾ ആയിരിക്കുന്ന പ്ലേയേഴ്സ് പറയുന്നത് നമ്മുടെ റൊണാൾഡീനോ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ പെറൂസി മറ്റേ ഗോൾ കീപ്പർ ഉണ്ടല്ലോ, 3 പേരുണ്ട്. റൊണാൾഡീനോ വരുന്നത് ഫിനോൽ പാസ്സായിട്ടാണോ. അതിൻ്റെ ഒപ്പം തന്നെ ജെറാഡ് ഉണ്ട്, ടോട്ടി ഉണ്ട്. ജെറാഡ് വന്നിരിക്കും ഫോർസസ്, ടോട്ടി ഫിനോൽ പാസ്, അതുപോലെ തന്നെ എഡ്മിൽസൺ ഉണ്ട്. എഡ്മിൽസണൊക്കെ നമ്മുടെ ആങ്കർമാനില്ലേ ആ കാർഡിൻ്റെ ബെസ്റ്റ് വേർഷനാണ്. അപ്പോൾ എഡ്മിൽസൺ ഉണ്ട്, അതുപോലെ തന്നെ കപ്പും ഉണ്ട്. ബെബറ്റോ അതാ വീണ്ടും വന്നിട്ട്. അപ്പോൾ ഇത്രയും പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. ടോട്ടലി ഇതിൽ 7 പ്ലേയേഴ്സ് വന്നിട്ട് കേട്ടോ. 7 എപ്പിക് കാർഡ്സാണ്. അതിൽ പെറൂസി മാത്രം ലെജൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, ലെജൻഡ് കാർഡായിട്ട് ഇപ്പോൾ റൊണാൾഡീനോ ഉണ്ട്, ജെറാഡ്, ടോട്ടി, എഡ്മിൽസൺ, കഫു, ബെബറ്റോ. അപ്പോൾ ഇതിലത്തെ സംഭവം എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്രീ ട്രൈസ് കിട്ടും. അപ്പോൾ ഇതിൽ 20 ഫ്രീ ട്രൈസിൻ്റെ കൂടുതൽ കറക്കിയിട്ട് നമുക്കൊരു എപ്പിക്ക് കിട്ടിയില്ലെങ്കിൽ അവർ നമുക്കൊരു നോമിനേറ്റിംഗ് കോൺട്രാക്ട് കാർഡ് തരും. അപ്പോൾ ആ വഴി നമുക്കൊരു കാർഡ് കിട്ടണതായിരിക്കും. സോ അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം കുറേ പേർക്ക് കുറേ കാലം ഈ ഫ്രീ ട്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടും കറക്കിയിട്ട് കിട്ടിയില്ലേ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നിങ്ങൾക്ക് ഇതിന്ന് ഏതെങ്കിലുമൊക്കെ പ്ലെയർ കിട്ടുന്നു കൺഫേം ആയിട്ട് അതെന്തായാലും നല്ല പരിപാടിയായി. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറയുന്നത് അതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു പാക്ക് അവൈലബിൾ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാഷണൽ ഓൾ സ്റ്റാർസ് കൊണ്ടാണ് ഒരു പാക്ക് അവൈലബിൾ ആവുന്നത്. സോ അതിൽ നമ്മുടെ ബിഗ് ടൈം ഹസാർഡിൻ്റെ കാർഡ് വരുന്നുണ്ട്. അതെന്തായാലും പൊളിച്ചു. ബിഗ് ടൈം ഹസാർഡാണ് അപ്പോൾ നാളെ വരുന്നത്. ആൾ മൂവ്മെൻറ്റ്, ഡ്രിബിളിംഗ് പ്ലസ് മാഗ്നറ്റ് ഫീച്ചറിൻ്റെ സ്കില്ലാണ് കേട്ടോ. അപ്പോൾ ആളുടെ ഒപ്പം തന്നെ വരുന്ന കാർഡ്സ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പെ വരുന്നത് ഫോർസസ് പ്ലസ് ലോങ് റീടാക്കിളാണ്. അത് സ്നൈഡർ വരുന്നുണ്ട്, നെതർലാൻഡ്സിൻ്റെ കാർഡ്. ആള് ഫിനോൽ പാസും മറ്റേ മാഗ്നറ്റ് ഫീച്ചർ ഏതൊരു സ്കില്ലായിട്ട് വരുന്നുണ്ട്. പിന്നെ ലെംബാർഡ് വരുന്നുണ്ട്, ലോ സ്ക്രീമറാണ്. പിന്നെ നമ്മുടെ സ്റ്റൊജോക്കോവിക്ക് വരുന്നുണ്ട്, ആൾ വരുന്നത് ഫിനോൽ പാസ് പറഞ്ഞ സ്കില്ലാണ്. പിന്നെ പെപ് ഗാർഡിയോള. അപ്പോൾ ഇത്രയും കാർഡ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും വെറുതെ ഒരു ഫ്രീ ട്രൈ കിട്ടണതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഫസ്റ്റ് 500 ഇറക്കുമ്പോൾ നമുക്ക് ആ 9 പ്ലേസിനെ ഒരുമിച്ച് എടുക്കാം. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഡിസ്കൗണ്ട് കറക്കിൽ കിട്ടില്ലേ? 900 ഇറക്കേണ്ട വരെ നമുക്കിത് 500 ഇറക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ട്രൈ മാത്രം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നാളെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിനി ഡെയിലി ഗെയിം റിവാർഡാണ്. സോ ഡെയിലി ഗെയിം റിവാർഡ് നമുക്കിനി 16-ാം തീയതി മുതൽ ഒരു ഡെയിലി ഗെയിം റിവാർഡ് വരുന്നുണ്ട്. അത് കൊണ്ടുവരുന്നത് വേറെ അല്ല, ഷെവ. അതേ ഗൈസ്, നമ്മുടെ ചെൽസിയുടെ ഷെവയുടെ കാർഡ് കൊണ്ടുവരികയാണ് അവർ. അതും ഫ്രീ ഡെയിലി ഗെയിമിൽ കേട്ടോ. അപ്പോൾ നമുക്ക് അസാഡിനെ കിട്ടി, ഒലീസല്ല, ഡെസേർട്ട് ഡുവോ, റൈക്കാർഡ്, അങ്ങനെയുള്ള കാർഡ്സ് തന്നില്ലേ. സോ അതുപോലെ നമുക്ക് ഷെവേനെ ഇനി എടുക്കാൻ പറ്റും. അപ്പോൾ ഷെവയുടെ ചെൽസിയുടെ കാർഡാണ്. ഇതിൽ 97 ഇപ്പോൾ ഒരു 104 സംതിങ് ഒക്കെ പോകുമെന്ന് വിചാരിക്കണു. എന്തായാലും വരട്ടെ സംഭവം. അപ്പോൾ ഷെബയുടെ ചെൽസി കാർഡ് വരാണ്ടോ. അപ്പോൾ നമുക്ക് അതിന് ഫ്രീ കിട്ടാണ് ഡെയിലി ഗെയിം. അതെന്തായാലും പൊളിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കുറച്ചൊക്കെ കിട്ടി, ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് അടിപൊളിയായിരിക്കും. ഓക്കെ, അതെന്തായാലും പൊളിച്ചു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പറയാൻ വെച്ചാൽ ഫ്രീ ഷോർട്ട് ടൈം കാർഡ് കിട്ടുന്നുണ്ട് ഗൈസ്. അതായത് ഇവർ വോട്ടിംഗ് വഴി കുറച്ച് പ്ലേസിന് വിട്ട് നമ്മുടെ ജർമ്മനിയത്തെ, ഇംഗ്ലണ്ടിലത്തെ, അതുപോലെ തന്നെ നെതർലാൻഡ്സ്, തുർക്കി. സോ ഇത്രയും രാജ്യങ്ങളിലത്തെ കുറച്ച് പ്ലേയേഴ്സിന് അവരിവിടെ തന്നിട്ടുണ്ട്. സോ അതിൽ നമ്മൾ വോട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഏത് പ്ലെയറാണ് വരുന്നത് അവരുടെ ഒരു ഫ്രീ കാർഡ് നമുക്ക് തരണതായിരിക്കും. അപ്പോൾ അതും പെടയായി. അപ്പോൾ കണക്ട് ക്യാമറയുമായിട്ട് ഷോർട്ട് ടൈം പ്ലെയർ വോട്ടിംഗ് വഴി കൊണ്ടുവരാൻ കാര്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഉടനെ തന്നെ അവൈലബിൾ ആയിരുന്നായിരിക്കും. എലിജിബിൾ പ്ലേയേഴ്സ് ഫോർ വോട്ടിംഗ് തൊട്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്താണ് നമ്മുടെ മാസ്റ്റർ ലീഗ്. സോ ഗൈസ്, മാസ്റ്റർ ലീഗിനെ കുറിച്ചിട്ട് അവർ കുറേ അധികം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സോ അതിലായും തന്നെ വി ആർ ദി മാനേജർ ഓഫ് ദി ക്ലബ് ആൻഡ് കരിയർ മോഡ്സ് ആർ അവൈലബിൾ. ഓക്കെ, മാസ്റ്റർ ലീഗിൽ ഈ സംഭവമൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മാസ്റ്റർ ലീഗിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു സെക്ഷൻ അവരവിടെ വെച്ചിട്ടുണ്ട്, മാസ്റ്റർ ലീഗ് സ്പിരിറ്റ് പറഞ്ഞിട്ട്. ഓക്കെ, അല്ല സ്പ്രിൻറ്റ് പറഞ്ഞിട്ട്, സോറി. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. അത് ടൂർണമെൻറ്റിൻ്റെ അപ്പുറത്ത് തന്നെ ഇവൻസിൻ്റെ ഇടയിലായിട്ടാണ് ആ സംഭവം കൊണ്ടുവരിക. പിന്നെ അവരുടെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഓക്കെ, മാസ്റ്റർ ലീഗിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ അവരിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാച്ചിൻ്റെ രീതി, ആ സംഭവം ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേയേഴ്സ് കോഡിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അതായത് പ്ലേയേഴ്സ് ഫ്രോം ഡ്രീം ടീം വിൽ ബി അവൈലബിൾ ഇൻ ദി മാസ്റ്റർ. നമ്മുടെ ടീമിൽ നിന്നും പ്ലേയേഴ്സ് അവൈലബിൾ ആവണതായിരിക്കും. അത് നമ്മൾ കളിച്ച് ലെവലപ്പ് ചെയ്ത് വരില്ലേ, അപ്പോഴായിരിക്കും അത് അവൈലബിൾ ആവുക കേട്ടോ. പിന്നെ പ്ലെയർ സൈനിൻ്റെ ഒരു സാധനം കാണിക്കുന്നുണ്ട് അവർ. പിന്നെ
ഫാൻസ് ഇൻക്രീസ് ബൈ ഗെറ്റിംഗ് അച്ചീവ്മെൻറ്റ്സ്. ഓക്കെ, ഞാൻ എന്തായാലും പറഞ്ഞില്ല മറ്റേ ഫാൻസിൻ്റെ വോട്ടിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് റിവാർഡ്സ് കൂടുതലിട്ട് ആ കാര്യങ്ങളൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ മാസ്റ്റർ ലീഗിൻ്റെ മൻഗ മാസ്റ്റർ ലീഗ് പറഞ്ഞിട്ട് ഒരു സംഭവം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരൊരു എനിമി ടീമായിട്ടാണ് ഇത് കൊളാബ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ആ കാര്യം അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പറയുന്നത് മാസ്റ്റർ ലീഗിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഗെയിം പ്ലേസിൽ കുറച്ച് ചേഞ്ച് വന്നിട്ട് ഇംപ്രൂവ്മെൻറ്റ് ടു ഡ്രിബിൾ, ഡിഫൻസീവ് അപ്ഡേറ്റ് ഉണ്ട്, ഷൂട്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് 3 അപ്ഡേറ്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ കളിക്കുമ്പോഴുള്ള ചേഞ്ചസ്. ഓക്കെ, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഡ്രിബിളിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഷാർപ്പ് ടച്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രിബിളിംഗ് വിത്ത് മാസ്റ്റർ ടേൺ, അതായത് ഫസ്റ്റ് ടൈമിന് വരുമ്പോൾ പന്ത് ടേൺ എടുത്തൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ടച്ചൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് ചിലതൊന്നും നമുക്ക് പെട്ടെന്ന് തട്ടി തെറിക്കാറൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒന്നുകൂടി ഷാർപ്പായിട്ട് വരുന്നതാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാഷ് ഡ്രിബിളിങ് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് എന്താ മൂവ്മെൻറ്റ് ഡ്രിബിളിങ് ഒക്കെ ഇല്ലേ അതിൻ്റെ സാധനം ഡാഷ് ഡ്രിബിൾ ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് കയറില്ലേ, എന്നിട്ട് പോകുമ്പോഴൊക്കെ അത്യാവശ്യം സ്മൂത്തായിട്ട് കിട്ടും. അതാണ് അവരിപ്പോൾ ഇതിൽ പറയണത്. ഇതൊക്കെ നമുക്ക് ഗെയിമിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്ന തന്നെയാണ്, അവർ വീണ്ടും ഒന്ന് എടുത്ത് കളഞ്ഞ് വീണ്ടും കൊണ്ടുവരുന്നുണ്ട് കുറേ സാധനങ്ങൾ. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം പറയുന്നത് അവർ മറ്റേ സംഭവമാണ് ഫൈൻഡ് ഇൻ മൊബൈൽ വാസ് അപ്ഡേറ്റഡ്. അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ ടച്ചൊക്കെ ഇല്ലാത്ത പ്ലേയേഴ്സിനും ഇനി ഡബിൾ ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. അത് പി സിയിലും ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ട്, ഡബിൾ ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മൊബൈലിലും അങ്ങനെ വരും എന്നാണ് പ്രതീക്ഷ. അവർ ആ കാര്യം ഇതിൽ പറയുന്നത് കേട്ടോ ഡ്രിബിളിംഗ് സെക്ഷനിൽ. അതുപോലെ തന്നെ ഡിഫൻസീവ് അപ്ഡേറ്റ് വരുമ്പോൾ അതിൽ പാസിംഗ് ആൻഡ് മാച്ചപ്പ് പറഞ്ഞ സാധനം ഇമ്പ്രൂവ് ആയി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ടാക്ലിംഗ് വാസ് അപ്ഡേറ്റഡ് വിത്ത് മാച്ചപ്പ്. ഓക്കെ, ടാക്ലിംഗ് ഒക്കെ ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കി എന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഫൗൾ കോൾ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ ബാക്കിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫൗൾ വയ്ക്കുമ്പോൾ മുന്നേ യെല്ലോ കാർഡൊക്കെ ആയിരുന്നു ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ, ഇനി ഇത് റെഡ് കാർഡാവും. അപ്പോൾ കോൾസിലൊക്കെ ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ അവരതിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത് ഷൂട്ടിംഗ് അപ്ഡേറ്റ്സിൽ പറയാനുള്ളത് ലോങ് റേഞ്ച് ഷൂട്ടിങ് ഇമ്പ്രൂവ് ആവും. അതായത് ഇപ്പോൾ ഈ പെട്ടിക്കട എന്ന് കളിക്കുന്ന ടീമുകൾക്കൊക്കെ ഇനി പണിയാവും, കാരണം ലോങ് റേഞ്ച് ഷൂട്ട് അടിക്കുമ്പോൾ ഇനി കയറാൻ കൂടുതൽ സാധ്യത ഉണ്ട്. സോ അത് അതിൽ ഇവർ പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചിപ്പ് ഷോട്ട് ഇമ്പ്രൂവ് ആവും. അതായത് ഇനി ചിപ്പ് ഷോട്ടൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആവുക. ഒന്നാമത്തെ കാര്യം ചിപ്പ് ഷോട്ട് കൺട്രോൾ പറഞ്ഞാൽ സ്കില്ലുള്ള പ്ലേസിന് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. നോർമലൈസ് ചെയ്ത് നമുക്ക് ഇതൊക്കെ അറിയണതാണ്, എന്നാലും ഒരു പറയുന്നുണ്ട് വീണ്ടും വീണ്ടും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അവരതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വന്ന ഈ ഫുട്ബോൾ കണക്റ്റിൽ അവർ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് വെർഷൻ നമുക്ക് നാളെ ലൈവിൽ പെടയ്ക്കാം. ഓക്കെ, ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ വന്നപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ പോലെ ഇട്ടതാണ്. എന്തായാലും കണ്ടിട്ട് കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നാളെ നോക്കി നോക്കാം എന്തൊക്കെ സംഭവങ്ങളാണ് വരുന്നതെന്ന്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.